ഗൈസ് ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ സ്റ്റോറി ഇടുന്നവരടുത്തൊക്കെ റിപ്ലൈ പറയാൻ നിന്ന ഗൈസ് അത് ഇതാകത്തുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ ഗൈസ്, സീരിയസ് ആയിട്ട് ഞാൻ ഇത്രയും ദിവസം ഞാൻ ഞാൻ ഈ ദാമുവിന്റെ കേസ് അല്ലാതെ ഞാൻ ആരുടെയും കാര്യം പറഞ്ഞിട്ടില്ല. അപ്പൊ വെറുതെ എനിക്ക് സ്റ്റിൽ മനസ്സിലാവണില്ല, എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുന്നെന്ന് നോക്കിയിരിക്കുകയാണ്. അതെ അതെ, എനിക്ക് അറിഞ്ഞുകൂടാത്ത എന്തിനാണ് വെറുതെ ഇതിനകത്തൊന്നും തലയിടുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ വഴിക്ക് പൊക്കൂടെ? വെറുതെ എന്തിനാ നിങ്ങളുടെ പേര് ഇവിടെ ഈ സ്പാം ചെയ്യിക്കേണ്ട സിറ്റുവേഷൻ വരുത്തുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. എന്നിട്ട് ലാസ്റ്റ് ഞാൻ ഉപദ്രവിച്ചു എന്ന് പറയില്ല, എനിക്ക് അത് മാത്രമേ ഉള്ളൂ. കറണ്ട് സെനാറിയോയിൽ ഗൈസ് ഇങ്ങനത്തെ സ്റ്റോറീസും അതും ഇതൊക്കെ ഇട്ടിട്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്വന്തമായിട്ട് വരുത്തി വെക്കുന്നതാ. ഞാൻ ഒരാളുടെ പേര് പറയണില്ല ഇവിടെ, മനസ്സിലായോ? ഞാൻ ഒരാളുടെ പേര് പറയണില്ല. എന്നിട്ട് ലാസ്റ്റ് എൻ്റെ അടുത്ത് ഞാൻ ഹേറ്റ് തന്നു അതൊന്നും പറയരുത്. എനിക്ക് എത്ര നാൾ ഒരുമിച്ച് വന്ന ആൾക്കാരാണ്, എനിക്കൊന്നും പറയാനില്ല. എനിക്ക് നിങ്ങളിപ്പോൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും എന്ത് ചെയ്തില്ലെങ്കിലും എനിക്കൊന്നും വിളിച്ച് പറയണ്ട നാട്ടുകാരുടെ മുമ്പിൽ. പക്ഷെ നിങ്ങൾ ഇങ്ങനത്തെ ഒരു മൊമെന്റിൽ ലൈവായിട്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഇത് വാരി ഇടുന്ന സമയത്ത് ഇവിടെ വന്നിരുന്ന് സ്പാം ചെയ്യും. സോ ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഗൈസ്, എനിക്ക് അതിനകത്ത് യാതൊരു ഇതും ഇല്ല. നിങ്ങളുടെ ബാക്കിയൊക്കെ സ്റ്റോറി ഇടുന്ന അവരുടെയൊക്കെ ഇഷ്ടമാണ്. ഞാൻ നിങ്ങളുടെ പുറകെ വരാനും ഉപദ്രവിക്കാനും എനിക്ക് താല്പര്യമില്ല. ഞാൻ അതിന് നിൽക്കത്തുമില്ല, സത്യമായിട്ട് ഞാൻ അതിന് നിൽക്കത്തില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ തീർത്തോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ ആരുടെയും പുറകെ വരാൻ ഞാൻ നിൽക്കത്തില്ല. നിങ്ങൾക്കിപ്പം ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ ഒരു ഏകദേശം ഐഡിയ ബാക്കി കാര്യങ്ങളിൽ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അതുകൊണ്ടാണ് ഒന്നും പറയാതെ ഞാൻ ബാക്കി എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ എന്നെ മുന്നോട്ട് വിടുക. നിങ്ങളുടെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് ചെയ്യുക. അല്ലാതെ ബാക്കിയുള്ളവരെ ഉപദ്രവിക്കുന്ന രീതിയിലത്തെ കാര്യങ്ങൾ ദയവ് ചെയ്ത് ചെയ്യാതിരിക്കുക. എനിക്കതിനുള്ള താല്പര്യമില്ല. പിന്നെ ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പിന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വെറുതെ അനാവശ്യമായിട്ട് എന്നെ ചൊറിയാൻ വന്നാൽ തിരിച്ച് വാടച്ചിരിക്കുന്ന പരിപാടി എന്തായാലും എൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടാകത്തില്ല. കൂടെ നിന്നപ്പോൾ ഉള്ള പരന്തുവാസിനെ അല്ല നീയൊക്കെ കണ്ടിട്ടുള്ളൂ. വെറുതെ ഉപദ്രവിക്കാൻ വരരുത്, അത്രേ ഉള്ളൂ. എനിക്ക് വേറെ അതിൽ കൂടുതലൊന്നും പറയുന്നത്. നിനക്ക് മാസമായിട്ടോ എന്തായിട്ടോ വേണേലും എടുക്കാം. കൂടെ നിൽക്കുമ്പോൾ ഉള്ള ബിഹേവിയർ അല്ല എൻ്റെ എതിരെ വരുമ്പോൾ. അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ, വേറെ ഒന്നും എനിക്ക് പറയാനില്ല. അണ്ണൻ്റെ കാര്യം പറഞ്ഞ് സോർട്ട് ഔട്ട് ആക്കി പോയി. ബട്ട് കൂടുതൽ കാണിക്കുന്നവരെ ഗുണത്തിന് വേണ്ടിയിട്ട് ജസ്റ്റ് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുത്താൽ പ്രോബ്ലം സോർട്ട് ആവും. ബ്രോ ഞാൻ എനിക്ക് ബാക്കിയുള്ള എല്ലാവരെയും ഞാൻ എൻ്റെ അടുത്ത് സംസാരിച്ച ആൾക്കാരെയും ഇതാക്കിയ ആൾക്കാരെയും ഒന്നും ഞാൻ ഇതുവരെ മോശമായിട്ട് ചിത്രീകരിച്ച് നിങ്ങളുടെ മുമ്പിൽ ഇതാക്കിയിട്ടില്ല. പിന്നെ ദാമുവിൻ്റെ കാര്യം പറയാനുള്ളൊരു കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇവിടുന്ന് നേരെ ഇറങ്ങി നമ്മൾ ഒരാളുടെ റോള് റിമൂവ് ചെയ്യില്ലെന്ന് പറഞ്ഞായിരുന്നു കേസ്. ഞാൻ ഇവർക്ക് പ്രത്യേകം കൊടുത്തിരുന്ന ഇതാണ്, നമ്മൾ ഒരാളുടെ സിറ്റിയിൽ നിന്ന് റോള് റിമൂവ് ചെയ്യരുത് എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇവൻ നേരെ വന്നിട്ട് റോള് റിമൂവ് ചെയ്യാൻ പറഞ്ഞപ്പം ലീഡർ അല്ലെങ്കിൽ കോ ലീഡർ ആരെങ്കിലും സംസാരിച്ചാലേ ഇവിടുന്ന് റോള് റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു ഇതുണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത് ഇതുവരെ പറഞ്ഞില്ല റോള് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഇവൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ വേറെ ഡിസ്കോഡ് എന്തോ ഉണ്ടാക്കി വേറെ ഗ്യാങ്ങിൽ കയറി കളിച്ച്, മനസ്സിലായോ? വേറെ ഗ്യാങ്ങിൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കറന്റ് T47 അവിടെ എന്തോ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെപ്പറ്റി എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അതുകൊണ്ട് എന്നിട്ട് നേരെ കയറിയിട്ട് ബെല്ലാരിയിലെ പിള്ളേരായിട്ട് സിറ്റുവേഷൻ എടുത്ത് മൾട്ടിപ്പിൾ ടൈംസ് TV ഉണ്ടായിരുന്ന സമയത്ത് ബെല്ലാരിയായിട്ട് സംസാരമാണ്. ഞങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. പറഞ്ഞു കേക്ക പറ. ഞങ്ങളിത് മൾട്ടിപ്പിൾ ടൈംസ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നോക്കിയതാണ്. എടുക്കല്ലേടാ, നമ്മുടെ ഫാമിലി പോലെ കാണുന്ന ആൾക്കാരാണ്, ബെല്ലാരിയായിട്ട് സിറ്റുവേഷൻ എടുക്കരുത് എന്ന് പറഞ്ഞു. പക്ഷെ നേരെ ഇറങ്ങി അവരാക്കി. ഇനി വേറൊരു ഗ്യാങ്ങിലാകുമ്പോൾ നമുക്കൊരിക്കലും അത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ബെല്ലാരിയായിട്ട് കറന്റ് സിറ്റുവേഷൻ നടക്കുകയായിരുന്നു. അതുകൊണ്ട് അങ്ങനെയാണ് അത് സംഭവിച്ചത്. ബാക്കി ഒരാളുടെ പേരും കാര്യങ്ങളും ഒന്നും എനിക്ക് പറയണ്ട. ഇവർ കാണിക്കണ ഓരോ ആക്ടിവിറ്റീസ് വഴി നിങ്ങൾ തന്നെ അത് മനസ്സിലാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ 2-3 ദിവസമായിട്ട്.